സങ്കീർണമായി നെയ്തെടുക്കപ്പെടുന്ന വിവാഹ ബന്ധങ്ങളിലെ ഇഴകൾ പിരിഞ്ഞു പോകുന്നതെന്തേ? ദമ്പതികൾ വിട്ടുവീഴ്ചയില്ലാത്ത സമ്മർദ്ദങ്ങളിൽപ്പെട്ട് വൈകാരികമായ പിണക്കങ്ങളിലേക്ക് വഴിമാറുന്നു. സാമ്പത്തിക ഞെരുക്കം പ്രണയത്തെ ഇരുട്ടിലാക്കും. നിർബന്ധ ബുദ്ധി പ്രതീക്ഷകളെ കലഹത്തിലെത്തിക്കുന്നു. ന്യൂ ജനറേഷൻ പ്രതീക്ഷകളെ പഴയ തലമുറ പിന്നോക്കം വലിക്കുന്നത് സമ്മർദ്ദങ്ങൾ ഒരുക്കി കൊടുക്കലാണ്. തുറന്നു പറച്ചിലുകളില്ലാതെ പരസ്പര ബഹുമാനം നഷ്ടപ്പെട്ട് ഒന്നാകലിന്റെ മനോഹരമായ വാഗ്ദാനം മറന്നിട്ട് നിരാശയിലൂടെ വിവാഹമോചനം വരെയും കൊണ്ടെത്തിക്കുന്നു. ഒന്നിച്ച് താമസിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരുമിച്ച് സന്തോഷിക്കുക എന്നത്. എന്നാൽ നമ്മുടെ വിവാഹ ബന്ധങ്ങളുടെ അടിസ്ഥാന ശില എങ്ങനെയും ഒന്നിച്ചുണ്ടാകണമെന്നുള്ളതായി മാറിയിരിക്കുന്നു. സന്തോഷത്തിലാണോ പരസ്പര ധാരണയിലാണോ ഒന്നുമറിയാതെ ഒന്നിച്ചു പോകുന്നു. ആരെയും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി സ്വയം ഉരുകിത്തീരേണ്ട ഒന്നല്ല വിവാഹബന്ധം എന്നത്. പ്രണയം മുന്നിൽ നിന്നിട്ടും വ്യക്തിപരമായ സന്തോഷം കുടുംബം എന്ന ബലിപീഠത്തിൽ ത്യജിച്ചിട്ട് ജീവിച്ചു തീർത്തവർ ധാരാളം. സ്ത്രീകൾക്ക് ലഭിച്ച സാമ്പത്തിക സ്വാതന്ത്ര്യം, സമൂഹത്തിൽ വിവാഹമോചനത്തിന്റെ സ്വീകാര്യത എന്നിവ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ഈ പ്രവണതയെക്കുറിച്ച് ആളുകൾ വിലപിക്കുന്നുണ്ടെങ്കിലും ബന്ധങ്ങളെ പൊട്ടിച്ചു പുറത്തു വരാൻ യുവതലമുറ തിടുക്കം കൂട്ടുന്നത് എന്തുകൊണ്ട്? ഒരു വ്യക്തി കംപ്ലീറ്റ് ആയിരിക്കണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് റിയാലിറ്റിയാണോ? സന്തോഷത്തേക്കാൾ സഹിഷ്ണുതയും ബന്ധത്തേക്കാൾ ബാധ്യതയും എക്സ്പ്രഷനെ സപ്രസ് ചെയ്യലും ഡിമാൻഡ് ചെയ്യുന്ന ഒരു റിലേഷൻ ഒരു എഗ്രിമെന്റിനപ്പുറം ഒരു ജീവിതമേ അല്ല. പ്രശ്നം പ്രണയമല്ല, അത് എങ്ങനെ ഇരിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രധാന പ്രശ്നം. ലവ് ഈസ് നോട്ട് സാക്രിഫൈസ്, അഡ്ജസ്റ്റ്മെന്റ് ഈസ് നോട്ട് കോംപ്രമൈസ്. വ്യക്തികൾ തമ്മിൽ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, മത്സരിക്കേണ്ടവരല്ല. പ്രണയം നമ്മെ കെണിയിൽപ്പെടുത്താനുള്ളതല്ല, മറിച്ച് സ്വതന്ത്രരാക്കാനുള്ളതാണ്. ബന്ധം നിർബന്ധിതമായി തുടരേണ്ടി വരുന്ന ഒരു തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്യരുത്. വിട്ടുവീഴ്ചകളേക്കാൾ മനസ്സിലാക്കൽ, അംഗീകരിക്കൽ എന്നിവയെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. വിഷബാധയുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നത് ആത്മാഭിമാനമാണ്, പരാജയമല്ല. അർത്ഥവത്തായ ജീവിതങ്ങളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കുടുംബം എന്നത് താമസിക്കുന്ന ഒരു ഫ്ലാറ്റും ഒരു വാട്സാപ്പ് ഗ്രൂപ്പും അല്ല. ജീവനുള്ള സ്നേഹം, ബഹുമാനം, സുരക്ഷ, ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം കുടുംബത്തിൽ ഒരുക്കാൻ ദമ്പതികൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. വിവാഹമോചനം തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. എന്നാൽ അതിലിപ്പോഴും മുന്തി നിൽക്കുന്നത് വളർത്തുദോഷവും അഹംഭാവവും തിടുക്കത്തിലെടുക്കുന്ന തീരുമാനങ്ങളുമാണ്. വീട് മാറുക ഒരു നല്ല തീരുമാനമാണോ? ഇതൊരു പ്രതിസന്ധിയല്ല, വളർച്ചയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ സന്തോഷത്തോടെ സ്വന്തം വീട്ടിലേക്ക്. വിവാഹം ആത്യന്തികമായ ഒരു ലക്ഷ്യമേ ആകരുത്, പകരം ജീവിതത്തിലെ പൂർത്തീകരണത്തിലേക്കുള്ള പല വഴികളിൽ ഒന്നാകണം. ഓർക്കണം, കഷ്ടപ്പാടിനെ പുണ്യമായി കാണുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ ആൺകുട്ടികളെ ഇപ്പോൾ ലഭിക്കില്ല. ഇത് ജീവിതമാണ്.